മക്കളെ, നമ്മളെ ബിസിനസ് സ്റ്റഡീസിൽ 12 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു വലിയ ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് കൂടുതലും പഠിക്കുന്നത്? പ്രൈവറ്റ് സെക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്ര ടൈപ്പ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, HUF അഥവാ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആണല്ലേ വരുന്നത്. അപ്പം ഇത്രയും ഓർഗനൈസേഷൻസും അതിൻ്റെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്, അതായത് ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ പാർട്ട്ണർഷിപ്പ്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ്, ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പൽസറി ആണോ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എടുക്കുന്നുണ്ട് അല്ലേ. എത്ര ആൾക്കാർ വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ, എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആരായിരിക്കും അതിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടാവുക, അതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ കേസിൽ വരികയാണെങ്കിൽ എത്ര ടൈപ്പ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒരുമിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ മക്കളും എൻ്റെ കൂടെ തന്നെ ഇതിന് ആൻസേഴ്സ് പറഞ്ഞ് വേണം പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എൽഡർ മെമ്പർ ഇൻ HUF ഇസ് കോൾഡ് അല്ലേ. എൽഡർ മെമ്പർ ആരായിരിക്കും? ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയിലെ എൽഡർ മെമ്പർ ആരായിട്ടാണ് അറിയപ്പെടുന്നത്? കർത്തയായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് HUF ബിസിനസ് ആരായിരിക്കും? അതിൻ്റെ മെമ്പേഴ്സിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? കോ പാർട്ട്നേഴ്സ് ആണ് പറയുന്നത്. പിന്നെ അവരുടെ ലാബിലിറ്റി, അതായത് കർത്താൻ്റെ ലാബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റിയോ? മെമ്പേഴ്സിൻ്റെ എന്തായിരിക്കും? ലിമിറ്റഡും ആയിരിക്കും. അതായത് കർത്തേൻ്റെത് അൺലിമിറ്റഡും മെമ്പേഴ്സ് അഥവാ കോ പാർട്ട്നേഴ്സിൻ്റെത് ലിമിറ്റഡും ആയിരിക്കും കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ കേട്ടോ. പിന്നെന്താ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സിംഗിൾ ഓണർഷിപ്പ് ആണോ, ട്രാൻസ്ഫർ ഓഫ് മെമ്പർഷിപ്പ് ആണോ, മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണോ, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആണോ? മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് ബൈ ബർത്ത് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എ ഡാഷ് പാർട്ട്ണർ ഈസ് വൺ ഹൂ അലൗസ് ദ യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ നെയിം ആണ് പറയുന്നത്. നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട്ണർഷിപ്പിലെ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിൽ പേര് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അലൗ ചെയ്യുന്നത് ആരാണ്? നോമിനൽ പാർട്ട്ണർ ആയിരിക്കും കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ട്, നെയിമിംഗ് പാർട്ട്ണർ ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഉണ്ട്, പിന്നെ നോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് ബി കോളത്തിൽ വരുന്നത്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, നോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പെർമിഷൻ ടു യൂസ് നെയിം. അപ്പോൾ ഇതൊക്കെ ഏത് പാർട്ട്നേഴ്സിനാണ് ചേരുന്ന ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കിയാലോ. ആക്റ്റീവ് പാർട്ട്ണർ എന്തായിരിക്കും? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും അല്ലേ. ആക്റ്റീവ് പാർട്ട്ണറെ വർക്കിംഗ് പാർട്ട്ണർ എന്നും പറയും അല്ലേ. അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായിരിക്കും? ഷെയർ ചെയ്യും. അതുപോലെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, മാനേജ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യും. നെയിമിംഗ് പാർട്ട്ണർ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നെയിമിംഗ് പാർട്ട്ണർ എന്താണ്? പേര് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ അല്ലേ. പെർമിഷൻ ടു യൂസ് നെയിം ആയിരിക്കും, ക്യാപിറ്റൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തില്ല ഡിവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്തായിരിക്കും? നോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും കേട്ടോ സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക്. കാരണം എന്താണ്, അദ്ദേഹം ബാക്കി എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും, അപ്പം ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ എന്താണ്, ആക്റ്റീവായിട്ട് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പിന്നെ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ആണ് കേട്ടോ. അതെന്തായിരിക്കും? നോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കും അല്ലേ. അവരെന്ത് ചെയ്യുന്നില്ല? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, പാർട്ട്ണർ ആണെന്ന് നടിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി ഏഴാമത്തെ ചോദ്യം എന്താണ്? ലിസ്റ്റ് ഔട്ട് ദ ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് ചോദിച്ചത്. പാർട്ട്ണർഷിപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. നോർമലി നിങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ ആണ് കേട്ടിട്ടുള്ളത്. പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ മെയിനായിട്ട് 4 പാർട്ട്ണർഷിപ്പാണ് വരുന്നത്. 4 ടൈപ്പ് പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്ണർഷിപ്പിന് എന്ത് ചെയ്യുന്നു? പാർട്ട്ണർഷിപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ.
ഒന്ന് ഡ്യൂറേഷൻ്റെ ബേസിസിലും പിന്നെ ലാബിലിറ്റീൻ്റെ. ഓക്കെ, അതിൽ തന്നെ എന്തുണ്ട്? 2 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? പെർട്ടിക്കുലറും ഉണ്ട്, പിന്നെന്താണ്? അറ്റ് വില്ല്, പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും ഉണ്ട്. ഓക്കെ, ഇനി ലാബിലിറ്റി നോക്കുകയാണെങ്കിലോ ജനറലും ഉണ്ട്, പിന്നെ എങ്ങനെയാണ്? ജനറലും ഉണ്ട്, പിന്നെ ലിമിറ്റഡും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം 4 ടൈപ്പാണ് എന്തെന്ന് വരുന്നത്? നമ്മുടെ പാർട്ട്ണർഷിപ്പ് വരുന്നത് കേട്ടോ. പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയൊരു കാലയളവിലേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഫോം ചെയ്തിട്ടുണ്ടാവുക. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടില്ലാത്ത പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. പിന്നെന്താ? ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാബിലിറ്റി എന്തായിരിക്കും? സാധാരണ ഇതിലെ പോലെ തന്നെ പാർട്ട്ണർഷിപ്പിലെ പോലെ തന്നെ അൺലിമിറ്റഡ് ആയിരിക്കും ജനറൽ പാർട്ട്ണർഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പിൽ മാക്സിമം എത്ര മെമ്പേഴ്സ് വരെയാകാം? 50 ആണ് കേട്ടോ. ആൻസർ 50 ആണ്. 9ാമത്തെ നോക്കിയാലോ? 1 man 1 vote is the principle of dash form of organization. ഏത് ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിളാണ് അത്? അത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെതായിരിക്കും കേട്ടോ. അവിടെ ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ്. പിന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ആസ് പെർ ഹിൻഡ് ഗിവൺ ആണ് അല്ലേ. ഹിൻഡ് എന്താ തന്നത്? പാർട്ട്ണർഷിപ്പിന് പാർട്ട്ണർ എന്ന് പറയും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും? മെമ്പേഴ്സ് എന്ന് പറയും. കമ്പനീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ ലിസ്റ്റ് ഔട്ട് ദ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എത്ര ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? ഒന്നെന്താണ്? ഒന്ന് ക്രെഡിറ്റ് ആണല്ലേ, ക്രെഡിറ്റ് കടം കൊടുക്കുന്നത്. പിന്നെന്താ? കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെത്, പിന്നെ ഫാമേഴ്സിൻ്റെതുണ്ട്. മാർക്കറ്റിംഗ് അഥവാ അഡ്വർടൈസ്മെൻറ്റിന്. പിന്നെന്താണ്? ഹൗസിംഗ് ആണ് വരുന്നത്. ഇത്രയും ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ലാബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്തായിരിക്കും മക്കളെ? അത് ലിമിറ്റഡ് ആയിരിക്കും കേട്ടോ. ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും മെമ്പേഴ്സിൻ്റെ. പിന്നെ ദ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഗവേൺഡ് ബൈ. ഒരു കമ്പനി എന്തിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക? കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലാണ് കേട്ടോ. കമ്പനീസ് ആക്ട് ആണ്. എത്രയാണ്? 1956 അല്ലെങ്കിൽ 2013 ആണ് വരുന്നത് കേട്ടോ. പിന്നെ എ പ്രൈവറ്റ് കമ്പനി ഹാസ് മിനിമം ഓഫ് ഡാഷ് ആൻഡ് മാക്സിമം ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം എത്ര മെമ്പേഴ്സ് വേണം? 2 മെമ്പേഴ്സ് എങ്കിലും വേണം. മാക്സിമം എത്രയാണ്? 200 മെമ്പേഴ്സ് വരെ മാക്സിമം പോകാൻ വേണ്ടി പറ്റും. എ പ്രോസ്പെക്ടസ് ഇസ് റിക്വയർഡ് ഫോർ ഡാഷ്. പ്രോസ്പെക്ടസ് ഏത് കമ്പനിക്കാണ്? മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടിരിക്കുന്നത് ഏതിലാണ്? മാൻഡേറ്ററി എന്ന് പറയാൻ പറ്റില്ല, റിക്വയർഡ് ആയിട്ടുള്ളത് ഏതിലാണ്? പബ്ലിക് കമ്പനിയാണ് കേട്ടോ. അങ്ങനെയാണ് മിസ് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ നമ്മൾ കമ്പനീസ് ആക്ട് പറഞ്ഞു, അത് 1956 ആണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് ഏതാണ്? എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കമൻസിൽ പറയാം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻസിൽ പറയണം. 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ചോദിക്കുന്നത്. ഒന്ന് പാർട്ട്ണർഷിപ്പ് ആക്ട് ഏത് ഇയർ ആണെന്നും പറയാം. രണ്ടാമത്തത് ഇപ്പം നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2ഉം മാക്സിമം 200 വരെ ആകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പബ്ലിക് കമ്പനിയിൽ എത്ര പേര് മിനിമം വേണം? മാക്സിമം എത്ര പേര് വേണം? എത്ര പേരെ വരെ പറ്റുമെന്നും കൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ പോസ് ചെയ്തിട്ട് കമൻസിൽ ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ. മിസ് നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് നന്നായിട്ട് അതിൻ്റെ ആൻസർ അറിയാമെന്നുള്ളത്.